അത് നമ്മൾ വളരെ ദൂരം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ മീൻസ് നമ്മൾ സാധാരണ ആൽക്കെയിൻ നോക്കി, അതേപോലെ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുള്ള പേരെടുത്ത് നോക്കി, ട്രിപ്പിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുള്ള പേര് നോക്കി, പൊസിഷൻ നമ്പർ എന്താന്ന് നോക്കി, ബ്രാഞ്ചഡ് കോമ്പൗണ്ട്സിന്റെ പേര് നോക്കി. ഓക്കെ, സോ 2-3 ബ്രാഞ്ച് വരുന്ന കോമ്പൗണ്ടുള്ള പേര് നോക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോണത്, ഇത്ര നേരം നമ്മൾ കാർബണും ഹൈഡ്രജനും വെച്ചുള്ള കോമ്പൗണ്ടുകളെ മാത്രമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ്. സോ അപ്പൊ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊരു ചോദ്യം വരും. സോ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത്ര നേരം കാർബണും ഹൈഡ്രജനെയും പറ്റി മാത്രമാണ്. നമ്മളിപ്പോൾ പഠിച്ച കോമ്പൗണ്ടുകൾക്കെല്ലാം ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണുള്ളത്. ഈ ഒരു കോമ്പൗണ്ടുകളിലേക്ക് നമ്മൾ ഹൈഡ്രജനും കാർബണും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു എലമെന്റിനെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എൻ്റയർ പ്രോപ്പർട്ടി മാറും. എൻ്റയർ പ്രോപ്പർട്ടി മാറിയിട്ട് ഈ ആഡ് ചെയ്ത എലമെന്റുകളുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലൊരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ആ കോമ്പൗണ്ട്, CH3 CH2 CH3 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനകത്തിരിക്കുന്ന ഒരു ഹൈഡ്രജനെ ഞാൻ മാറ്റിയിട്ട് ആ ഒരു ഹൈഡ്രജന് പകരം ഞാൻ വേറൊരു കോമ്പൗണ്ടിനെ പ്ലേസ് ചെയ്യാൻ പോകണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ CH3 അല്ലേ ലാസ്റ്റ് ഇലക്ട്രോൺ, ഞാൻ ആ CH3 മാറ്റിയിട്ട് അവിടെ CH2 ആക്കുവാണ്. അപ്പൊ എക്സ്ട്രാ ഒരു ബോണ്ട് ഇനി വേക്കന്റ് ഇല്ലേ, ആ ഒരു ബോണ്ടിലേക്ക് ഞാൻ വേറൊരാളെ ആഡ് ചെയ്യുകയാണ്. അയാളാണ് OH. എന്താന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഞാനിപ്പോ എന്താ ചെയ്തത്, നമ്മുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഹൈഡ്രജനെ മാറ്റി അവിടേക്ക് ഞാൻ വേറൊരു OH എടുത്ത് വെക്കുവാണ്. അങ്ങനെ വെക്കുമ്പോ ഇത് പുതുതായിട്ട് വന്ന ആളല്ലേടാ OH, പുതുതായിട്ട് വന്ന ആളല്ലേ OH. ഇങ്ങനെ പുതുതായിട്ട് വെക്കുന്ന ആളെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ കോമ്പൗണ്ടിന്റെ സ്വഭാവം, ഈ കോമ്പൗണ്ടിന്റെ റിയാക്ടിവിറ്റി, ഈ കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ നേച്ചർ എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഈ OH ആയിരിക്കും. ഒന്നും കൂടെ പറയടാം, ഒരു കോമ്പൗണ്ടിനകത്ത് ഉള്ള ഹൈഡ്രജനെ മാറ്റിയതിന് ശേഷം അവിടേക്ക് നമ്മൾ പുതിയൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ പുതിയൊരു എലമെന്റിനെ വെക്കുന്നു. ആ എലമെന്റിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി ഈ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി തീരുമാനിക്കാൻ പോണത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാന്ന് വെച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണ്? OH ആണ്. അപ്പോ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീനെ തീരുമാനിക്കാൻ കഴിവുള്ള ആളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അവർ കാർബണും ഹൈഡ്രജനും ആയിരിക്കില്ല, എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, സോ ഞാനൊന്ന് വായിക്കാം, നമ്മുടെ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ ഞാനൊന്ന് വായിക്കാം. ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം, ഒരാറ്റമോ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ബോണ്ടഡ് ടു ദ കാർബൺ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്, കാർബണിനകത്തേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്നു, determines the distinctive chemical and physical property of that compound. ആ കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി തീരുമാനിക്കുന്ന ഒരു കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരാറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒന്നുകൂടെ പറയടാ, ഒരു കോമ്പൗണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീനെയോ കെമിക്കൽ പ്രോപ്പർട്ടീനെയോ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ തീരുമാനിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരാറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. എടാ, ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പൗണ്ട് CH3 CH2 CH3 ഇതായിരുന്നല്ലോ ഈ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര് ആൽക്കൻ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് പ്രൊപ്പൈൻ എന്ന് വിളിക്കാം. നമുക്ക് എന്ത് വിളിക്കാം? പ്രൊപ്പൈൻ എന്ന് വിളിക്കാം, അല്ലേ? ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതിനകത്തിരിക്കുന്ന ഒരു എച്ചിനെ മാറ്റി ഞാൻ അവിടെ OH വെച്ചപ്പോ ഈ കോമ്പൗണ്ട് പെട്ടെന്ന് എന്തായിട്ട് മാറിയിടാ? ആൽക്കഹോളായിട്ട് മാറി. അതിന്റെ കോമ്പൗണ്ടിന്റെ സ്വഭാവം കംപ്ലീറ്റ്ലി മാറി. ഇനി ഇതിനെ എന്താ വിളിക്കാൻ പോണേ? ആൽക്കഹോൾ എന്നാ വിളിക്കാൻ പോണേ. എന്താ വിളിക്കാൻ പോണേ? ആൽക്കഹോൾ എന്നാ വിളിക്കാൻ പോണേ. ഇനി ഇതിനെ പ്രൊപ്പൈൻ എന്ന് വിളിക്കൂല. ഇവിടെ നമ്മൾ OH വെച്ചതിനെ കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇനി പ്രൊപ്പൈൻ എന്ന് വിളിക്കൂല. ഇനി നമ്മൾ വിളിക്കാൻ പോണ പേരാണ് ആൽക്കഹോൾ. ഇതിനെ നമ്മൾ വിളിക്കാൻ പോണ പേരാണ് ആൽക്കഹോൾ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, it is an atom or a group of atom. It is an atom or a group of atom in an organic compound. എവിടെ ഇരിക്കുന്ന ആളാണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഇരിക്കുന്ന ആളാണ്. എന്ത് ചെയ്യുന്നു? determines the distinctive chemical and physical properties of an compound. ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് തീരുമാനിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ ഒരാറ്റത്തിനെയോ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയോ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്.